നമ്മൾ പറഞ്ഞു വന്നത് സർഫിങ്ങിൻ്റെ കഥയാണ്. ആർക്കൊക്കെ സർഫിങ് ചെയ്യുക, എങ്ങനെയാണ് എവിടുന്നാണ് ചെയ്യാന്ന് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ മുൽക്കിയിലാണുള്ളത്, മുൽക്കിയിലാണ് നമ്മൾ സർഫിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ചോദിച്ചു എവിടുന്ന് ഇവിടെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുക. അപ്പോൾ അവർ നാട്ടുകാർ പറഞ്ഞത് ഹോട്ടലാണ് ഇത്. ഞാൻ അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് പാഴ്സൽ മേടിച്ച സാധനങ്ങൾ കണ്ടത് ഇതെല്ലാം കൂടിയിട്ട് ആയത് 200 രൂപയാണ് കേട്ടോ. മസാല ദോശ, പൂരി ഉണ്ട്, പിന്നെ പുലാവ് ഉണ്ട്, പിന്നെ നമ്മുടെ വടയുണ്ട്, എല്ലാം കർണാടക സ്റ്റൈലായിരുന്നു കേട്ടോ. പുലാവ് ഞാൻ കർണാടകയിൽ എത്തിക്കഴിഞ്ഞാൽ ഞാൻ വാങ്ങിക്കും, രാവിലെ ആണെങ്കിലും സാരമില്ല. ഇവിടുന്ന് ആദ്യം കഴിച്ചത് ഞാൻ എടുത്തിട്ട് മസാല ദോശയാണ്. അപ്പോൾ മസാല ദോശ എടുത്ത് കഴിച്ചതെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 50 രൂപയാണ് മസാല ദോശ ഉണ്ടായത്. മസാല ദോശൻ്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ പൂരി എടുത്ത്, പൂരിയും ചട്നിയും ഇവരെല്ലാത്തിനും കൂടി ചട്നി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇഷ്ടമായി കേട്ടോ. പൂരിയും കുഴപ്പമില്ല, പൂരിക്ക് കുറച്ച് ചൂട് കുറവാന്നേ ഉള്ളൂ. എൻ്റെ പൂരിൻ്റെ കൂടെ തന്നെ സബ്ജി ഉണ്ടായിരുന്നു, ഭാജിക്കറി. സാധാരണ എല്ലാ അധികം ഹോട്ടലിലും ഉണ്ടാകും മസാല ദോശൻ്റെ കൂട്ടും ഇതിൻ്റെ പൂരീൻ്റെ മസാലേൻ്റെ ഇതും ഒന്നായിരിക്കും. പക്ഷേ ഇത് രണ്ടും വ്യത്യാസമാണ് കേട്ടോ. അത് തന്നെ സത്യം പറഞ്ഞാൽ എന്നെ ഒന്ന് ഞെട്ടിച്ചു കേട്ടോ. കാരണം അത്രയും ചെറിയൊരു മീൻസ് നല്ല തിരക്കുണ്ട്, പക്ഷേ ചെറിയൊരു ഹോട്ടലാണ്, ഓവർ പ്രൈസ് ഇല്ല. എന്നാൽ പോലും അവിടെ നിന്ന് കിട്ടുന്ന ആ ഒരു ഡിഫറൻസ് ആയിട്ടുള്ള സാധനം, അതായത് രണ്ടിന് പൂരിക്കും മസാലക്കും വേറെ വേറെ ഉള്ള ആ ചെറിയൊരു കാര്യം പോലും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ പുലാവും നല്ല രസം ഉണ്ടായിരുന്നു. കർണാടക സ്റ്റൈലിൽ നല്ലൊരു പുലാവ് തന്നെയായിരുന്നു. ഞാൻ ആദ്യം ചട്നി കൂട്ടിയിട്ടാണ് അടിച്ചത്. പക്ഷേ എങ്കിലും എന്താ പറയുക, ചൂട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതേ ഉള്ളൂ. കാരണം പുലാവ് ആദ്യം ആക്കി വെക്കുന്നതായിരിക്കുമല്ലോ. പുലാവിന് ഒരു പ്ലേറ്റിന് വരുന്നത് 40 രൂപയാണ്. പിന്നെ അവരെന്നെ പറ്റിച്ചിനോന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ വട ഒരു സിംഗിൾ വടക്ക് 20 രൂപ അവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. വട എന്ന് വെച്ചാൽ കഴിക്കുമ്പോൾ ടേസ്റ്റും ഉണ്ടായിരുന്നു, ഒരു ക്രിസ്മസും ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് ചൂട് തണിഞ്ഞതിൻ്റെ ഒരു ഫോൾട്ട് അതിന് കണ്ടിട്ടുണ്ടായിരുന്നു. വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാലും വടയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ വരുന്നത് മംഗലാപുരത്തെ മുൽക്കി ടൗണിൽ തന്നെയാണ്. ഇതൊക്കെ കഴിച്ച് നേരെ പോകുന്നത് സർഫിങ് പഠിക്കേണ്ടിയിട്ടാണ്. കയാക്കിങ് കൂടി അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും സർഫിങ് അവിടെ നിന്ന് പഠിപ്പിച്ചു തരും. അതിൻ്റെ റേറ്റും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ